നമുക്കറിയാവുന്നതുപോലെ ഇപ്പം തീരും യുദ്ധം 2 ദിവസം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. വളരെ വ്യക്തമായിട്ടും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ബരാക്ചി പറഞ്ഞതുപോലെ തന്നെ അമേരിക്കയ്ക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. അതിനുശേഷം പറഞ്ഞ 14 ദിവസം, അതായത് 2 ആഴ്ച എന്ന് പറഞ്ഞു. അതും നടന്നില്ല, അതും നടക്കുകയുമില്ല. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടും അതിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. പുകപടലങ്ങളെല്ലാം ആകാശത്ത് ഇങ്ങനെ പരക്കുന്നതേ ഉള്ളൂ. യുദ്ധം തീർന്നതിൻ്റെ ഒരു ലക്ഷ്യവുമില്ല. കൂടുതൽ പോരാട്ട വീര്യത്തോടു കൂടി, പോരാട്ട ശക്തിയുമായി, പൂർവാധികം ശക്തിയായി യുദ്ധം തുടരുന്നതിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഏറ്റവും ഒടുവിൽ സംഭവിച്ചിരിക്കുന്നത് ദുബായ് തീരത്തെ ബാർജിൽ നടത്തിയ ഇറാൻ്റെ ആക്രമണത്തിൽ, ഇറാനാണെന്ന് പറയുന്നു, അതല്ലെന്നും പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ അമേരിക്ക ഇറാൻ്റേതാണെന്ന മട്ടിൽ തങ്ങളുടെ മിസൈലുകൾ സൗദി, അബുദാബി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് വിന്യസിക്കുന്നതായിട്ട് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള പെസെഷ്കിയാൻ സംശയം പ്രകടിപ്പിച്ചിരുന്നു. ഏതാണ് സത്യമെന്ന് നമുക്കറിയില്ല. ആ തരത്തിലുള്ളത് വീണ്, അതായത് ദുബായിലെ ഒരു ബാർജിൽ വീണിട്ട്, തുറമുഖത്തിൽ ഒരു ബാർജ് വീണ്, ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖങ്ങളിലൊന്നാണ്, ചരക്ക് നീക്കം നടക്കുന്ന സ്ഥലമാണ് ദുബായ് എന്നുള്ളത് നമുക്കറിയാം. അവിടെ ഒരു ബാർജിൽ ധാരാളം മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു മലയാളി മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങൾ നമുക്കിതുവരെ ലഭ്യമായിട്ടില്ല. മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം നമുക്ക് കിട്ടിയിരിക്കുന്നു. അതായത് ഒരു ഇന്ത്യക്കാരൻ. ഇനി മടിച്ചിരിക്കാൻ പാടില്ല, ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി പറഞ്ഞത്. പ്രധാനമന്ത്രിയും ഏഷ്യക്കാരുടെ മുഴുവൻ സുരക്ഷിതത്വം ഞങ്ങളുടെ ഒരു വിഷയമാണ്, ഞങ്ങളത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ആ സ്ഥിതിക്ക് ഇന്ത്യയിലെ ഒരാളിൻ്റെ, ഇന്ത്യനായിട്ടുള്ള ഒരു പൗരൻ്റെ, കേരളീയനായിട്ടുള്ള ഒരു പൗരൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നു. അവർ യാതൊരു കുറ്റവും ചെയ്തിട്ടുള്ള ആളല്ല, യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളല്ല, ഒരു സിവിലിയനാണ്. ജോലി അന്വേഷിച്ച് കേരളത്തിലെ സാഹചര്യം പറ്റാത്തതുകൊണ്ട്, ഇന്ത്യയിലെ സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് അല്പം ജീവിക്കാൻ വേണ്ട വരുമാനം സമ്പാദിക്കാൻ വേണ്ടി അവിടേക്ക് പോയ ഒരു പാവപ്പെട്ട തൊഴിലാളി. വീട്ടിൽ അടച്ചിരുന്നാൽ അദ്ദേഹത്തിന് കൂലി കിട്ടുകയില്ല. ഒരു ഗവൺമെൻറ്റും ഒരു സ്ഥാപനവും അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടി, ജീവിത പ്രാരാബ്ദങ്ങൾ തീർക്കാൻ വേണ്ടി പോയ മലയാളിയെ അവിടെ ഇട്ട് കൊന്ന ആരായിക്കോട്ടെ, ആ ഒരു സാഹചര്യം ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്നാണ്. യുദ്ധത്തിന് തുടക്കം കുറിച്ചത് അവരാണ്. ഇന്ത്യക്കാരുടെയോ ഏഷ്യക്കാരുടെയോ ഒരു സുരക്ഷിതത്വവും നോക്കാതെ 3000-ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ്റെ ശേഖരത്തിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് യുദ്ധം തുടങ്ങിയവരാണ്. അപ്പോൾ അറിയാം ഈ മിസൈലുകൾ പതിക്കും. ഏഷ്യക്കാരും ഇന്ത്യക്കാരും ഏറ്റവും കൂടുതലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേലിന് അറിയാൻ മേത്തല്ല എല്ലാ കാൽക്കുലേഷൻസും വളരെ ബുദ്ധിപരമായിട്ട് നടത്തുന്ന രാജ്യമാണ്. അപ്പോൾ ഇന്ത്യക്കാരൻ മരിക്കാനിടയായിരിക്കുന്നു. ഇത് വാസ്തവത്തിൽ നമ്മൾ ഇടപെടാത്ത ഒരു യുദ്ധത്തിൽ എങ്ങനെ ഇന്ത്യക്കാരനെ കൊല്ലുന്നു? അതിനാരാണ് അവകാശം കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ മനുഷ്യാവകാശം ലംഘിക്കാൻ. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്. അവിടെ ഇറാനിലുള്ള ജനങ്ങളെ കൊല്ലുമ്പോഴും ഇതാരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അതുതന്നെയാണ് സ്വിറ്റ്സർലൻഡിൻ്റെ പ്രതിരോധ മന്ത്രി ചോദിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് ആരാണ് അധികാരം കൊടുത്തത് ഇറാനിലെ 175 പെൺകുട്ടികളുടെ ജീവിക്കാനുള്ള അവകാശം? അത് UN ചാർട്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അന്തസ്സോടും അഭിമാനത്തോടും കൂടി ജീവിക്കാനുള്ള ഓരോ പൗരൻ്റെയും സ്വാതന്ത്ര്യം. അവൻ്റെ സ്വാതന്ത്ര്യത്തിൽ കടന്ന് കയറാൻ ആരാണ് അമേരിക്കൻ പ്രസിഡന്റിന് അല്ലെങ്കിൽ ഇസ്രായേലിന് അനുവാദം കൊടുത്തത്? ഇതിന് ഉത്തരം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഉത്തരമാണ്, ഓരോ പൗരൻ്റെയും ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ജീവൻ നശിപ്പിക്കാനുള്ള അധികാരം ആരാണ് കൊടുത്തത്? ഇറാൻ മറുപടി പറയണം, ഇസ്രായേൽ മറുപടി പറയണം, അമേരിക്ക മറുപടി പറയണം. അങ്ങനെയൊന്നും വിലയില്ലാത്തതാണ്. 3 അമേരിക്കൻ പൗരന്മാർ മരിച്ചപ്പോഴത്തേക്കും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞങ്ങൾ പ്രതികാരം ചെയ്യും എന്ന് വിറപ്പിച്ചല്ലോ ലോകത്തെ. എന്തേ ഇന്ത്യൻ പൗരന് വിലയില്ലേ? അവൻ്റെ ജീവന് വിലയില്ലേ? നിങ്ങളുടെ ആൾക്കാർക്ക് മാത്രമേ വിലയുള്ളൂ? ഇതിന് മറുപടി പറയണം. ഇന്ത്യ ഇതിൽ ഇടപെടണം. അമേരിക്ക അവിടെ കോടിക്കണക്കിന് ഡോളർ ഗൾഫ് രാജ്യങ്ങളോട് വാങ്ങിച്ച് അവരുടെ സുരക്ഷിതത്വമെല്ലാം ഞങ്ങൾ ഉറപ്പാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞാണ് അവിടെ മിലിറ്ററി സ്റ്റേഷനുകൾ സ്ഥാപിച്ചത്. ഒരു സുരക്ഷിതത്വമില്ല, ഇന്ത്യക്കാരുൾപ്പെടെ മരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരുള്ള വിദേശ
രാജ്യ സമുച്ചയമായിട്ടുള്ള ഗൾഫിലേക്ക് നിശ്ചയമായിട്ടും ഇന്ത്യയുടെ ഡിഫൻസ് സിസ്റ്റം ചെല്ലണം. ഇങ്ങനെ ഇന്ത്യക്കാരിനി ഇങ്ങനെ മരിക്കാൻ ഒരാൾ അവസാനത്തെ ഭരണമായിരിക്കണം. ഇനി ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാവണം. ഇന്ത്യയുടെ ശക്തമായ ഇടപെടലുകൾ. നിങ്ങൾക്ക് ഇപ്പോഴുള്ള സുരക്ഷാ സംവിധാനം കൊണ്ട് അത് പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ ഞങ്ങൾ വെറും 21 മിനിറ്റ് കൊണ്ട് ഇറാനേക്കാൾ വലിയ ശക്തമായ രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ്റെ ഭീകരവാദ പരിശീലന കേന്ദ്രങ്ങൾ തച്ചു തകർത്ത് ഒരു പരിക്കുമില്ലാതെ മടങ്ങിയ ഇന്ത്യൻ സൈനികരുടെ പോരാട്ട വീര്യം നമ്മൾ ആ രാജ്യത്തിന് കൊടുക്കാൻ സന്നദ്ധമാകണം. കാരണം ഇതുപോലെ പേടിച്ചരണ്ട് കഴിയുകയാണ്. നമ്മൾ അറിയുന്നില്ല അവരുടെ ട്രോമ. മലയാളികളായിട്ടുള്ള ആൾക്കാർ ഇതാ കഴിഞ്ഞ് ഇപ്പോൾ ഒരാളുമായിട്ട് സംസാരിച്ചതേ ഉള്ളൂ. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി, പൊങ്കാല ഇടാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. ഇതേ ദുബായിൽ നിന്ന് തന്നെ. പോകാൻ പറ്റുന്നില്ല. പറഞ്ഞ് പകുതിയാവുന്നതിന് മുമ്പേ കണ്ണീര് വരികയാണ്. ഗദ്ഗതം കൊണ്ട് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. അത്രമാത്രം കരച്ചിലും പിടിച്ചിലും. കുട്ടികൾക്ക് പുറത്തിറങ്ങണ്ട. വളരെ ചെറിയ വീടുകളിലാണ്, വലിയ വാടകയായതുകൊണ്ട് അവിടെ കഴിയുന്നത്. വലിയ ചെറിയ വീടുകളിൽ ഈ ചൂടുകാലത്ത് ഒരു ശകലം പുറത്തുനിന്നുള്ള ശുദ്ധവായു പോലും കിട്ടാതെ കഴിഞ്ഞുകൂടുകയാണ് മുറിക്കുള്ളിൽ ആൾക്കാർ. തടവറയിലെന്ന പോലെ കോവിഡ് കാലത്ത് പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു തരം ഒറ്റപ്പടിയിലാണ് ഇന്ത്യൻ കുടുംബങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ഇവിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതേ ദുബൈയിൽ തന്നെ 2 പാകിസ്ഥാൻ പൗരന്മാരും മരിച്ചു. അവരുടെ ജീവനും വിലപ്പെട്ടതാണ്. പൗരന്മാരാണ്, തീവ്രവാദികളല്ല. അതുകൊണ്ട് ഇന്ത്യ ഇടപെടേണ്ട സമയമായിരിക്കുന്നു. ഈ മരണം ഇങ്ങനെ യാതൊരു അകാരണമായിട്ട് 2 രാജ്യങ്ങളുടെ ആ മത്സരത്തിന് വേണ്ടി വിൽക്കാനുള്ളതോ അല്ലെങ്കിൽ തകർക്കാനുള്ളതല്ല ഇന്ത്യക്കാരൻ്റെ ജീവൻ. ഇതിപ്പം മെയ്തി, കുക്കി വിഭാഗങ്ങളെ പോലെ യാതൊരു ലക്കും ലഗാനുമില്ലാതെ പരസ്പരം പോരടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ്. വംശവെറിയിലെന്ന പോലെ. വംശവെറിയാണ് ഒരു തരത്തിൽ. ഒരു ന്യൂനപക്ഷമായ ഷിയ വംശജ ഒരു ഭാഗത്ത്, മറു ന്യൂനപക്ഷമായിട്ടുള്ള ജൂതർ മറുഭാഗത്തു നിന്നും കളിക്കുന്നു. ഇറാൻ ഒറ്റയ്ക്കാണ്. പക്ഷേ അമേരിക്കയും ഇസ്രായേലും ഉണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളുണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്. ദേ ഇപ്പോൾ ഇറ്റലി ഇടപെട്ടുകളെ എന്ന് പറയുന്നുണ്ട്. സൈപ്രസിലേക്ക് അവർ ഇടപെടുന്നുണ്ട്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇടപെടുന്നത് ഇറാനെതിരെ ഇടപെടുമെന്നുള്ള മുന്നറിയിപ്പാണ് അവർ നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട രാജ്യമായിട്ടുള്ള ഇറാൻ്റെ കയ്യിൽ ഇനിയുമുണ്ട് ബാലിസ്റ്റിക് ശേഖരം. അതാണ് പറഞ്ഞത്. ആദ്യം 3000 എന്ന് പറഞ്ഞ് അത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു എന്നാണ് ഇസ്രായേൽ അവകാശപ്പെട്ടത്. കണക്ക് തെറ്റാത്ത ഇസ്രായേൽ. അമേരിക്കയ്ക്ക് എപ്പോഴും കണക്ക് പിഴയ്ക്കും. ഇറാനിൽ തന്നെ 3 തവണ അവർ തോറ്റോടിയിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന് കണക്ക് പിഴയ്ക്കാറില്ല. പിഴച്ചു ഈ പ്രാവശ്യം. അവർ 3000 തകർത്ത് കഴിഞ്ഞിട്ടും അത്ഭുതപ്പെടുകയാണ് എങ്ങനെ പിന്നെ 2500 വന്നെന്ന്. ചൈനയുടെ കപ്പലുകളൊന്നും അങ്ങോട്ട് കടക്കുന്നില്ല. ഹോർമൂസ് ദ്വീപ് അടച്ചിരിക്കുകയാണ്. എന്നിട്ടും എങ്ങനെ വന്നു എന്ന് അവർ വിസ്മയിച്ചുകൊണ്ടിരിക്കട്ടെ. പക്ഷേ ഇന്ത്യക്കാരൻ ഇനി മരിക്കാൻ പാടില്ല. ഇന്ത്യക്കാരൻ തടവറകളിൽ എന്ന പോലെ അവിടെ മുറികൾക്കുള്ളിൽ കഴിയാൻ പാടില്ല. പലർക്കും ജോലി ചെയ്ത് പുറത്തിറങ്ങി ജീവിക്കാൻ പറ്റൂ. അപ്പോഴാണ് ഈ ആകാശ് അവിടുന്ന് അങ്ങോട്ട് പോകുന്ന മിസൈലുകളെ, പേട്രിയോട്ട് മിസൈലുകൾ തകർക്കുന്നതിൻ്റെ ഫലമായിട്ട് വമ്പിച്ച ഭാരമുള്ള ഇരുമ്പ് കഷണങ്ങൾ വീഴുന്നത്. കഴിഞ്ഞ ദിവസം കാറിൽ പോയ ഒരാൾ ഇരുമ്പ് കഷണം വീണ് മരിച്ചു. അപ്പോൾ എന്താണ് അതിൻ്റെ ഭാരം, അതിൻ്റെ ശക്തി, അതിൻ്റെ മൊമെൻറ്റം? ഇത് പേടിച്ച് ആളുകൾ പുറത്തു പോകാതെ വീടിനകത്തിരിക്കുക. എത്ര നേരമെന്ന് വെച്ചാൽ വീരിക്കുന്നത്? ഇപ്പോൾ ഒരാഴ്ചയിലേറെ, 2 ആഴ്ചയായി വീടിനകത്തിരിക്കുകയാണ്, ജോലി ചെയ്യാൻ പുറത്തു പോകാതെ. എന്തൊരു ശ്വാസം മുട്ടലാണ്. എന്തെല്ലാം രോഗങ്ങൾ അതുകൊണ്ടുണ്ടാവാം. അപ്പോൾ വലിയൊരു പ്രശ്നമാണ്. 90 ലക്ഷം ജനങ്ങളുടെ, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യത്തിലെ 90 ലക്ഷത്തിലധികം ജനങ്ങളുടെ, 1 കോടിയോളം വരും ഇപ്പോൾ. ആ 1 കോടിയോളം ജനങ്ങളുടെ പ്രശ്നമാണിത്. അമേരിക്കയിലെ 2 പട്ടാളക്കാരുടെ പ്രശ്നമല്ല, നിങ്ങളുടെ അഭിമാനത്തിൻ്റെയും പ്രശ്നമല്ല, ജീവൻ്റെ പ്രശ്നമാണ്. ഈ തീക്കളി നിർത്തണം. ഇത് തന്നെയാണ് ചൈനയും പറഞ്ഞിരിക്കുന്നത്, റഷ്യയും പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ അവസാനിപ്പിക്കണം. ഇങ്ങനെ പോകാൻ പറ്റില്ല. ഞങ്ങളുടെ അങ്ങനെ പണ്ടത്തെ യുദ്ധമാതൃകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരാവാൻ പാടില്ല. ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ഇടപെടണം. ശക്തമായ ഇടപെടൽ, അല്ലെങ്കിൽ തിരിച്ചടികൾ കൊടുക്കണം. അങ്ങനെ തന്നെ വേണം. ഇന്ത്യക്കാരനെ കൊന്നതിന് സമാധാനം പറയണം. ആരാണ് ആ കൊന്നതെന്ന് വെച്ചാൽ ഒരു മരണവും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.